അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ ബേസിക് സയൻസിൻ്റെ ഈ വർഷത്തെ 2024-25 ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി 1. Question A. Mammals are the animals which give birth to young ones and feed them. Which among the following is not a feature of mammals? മാമൽസിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ലേ, ദേ ലേ എഗ്സ് അല്ലേ, അവരെന്താണ് മുട്ടയിടുന്നവരാണ് അല്ലേ, മുട്ടയിടുന്നവരാണെന്നുള്ള ഓപ്ഷനാണ് ഇതിൽ പെടാത്തത് അല്ലേ. ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് മാമൽസ് എന്താണ് മുട്ടയിട്ട് വിരിയുന്നവയല്ല അല്ലേ, ബേർത്ത് ടു യങ് വൺസ് അല്ലേ, അവർ പ്രസവിക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ പെടാത്തതാണ് അല്ലേ, നോട്ട് എ ഫീച്ചർ ഓഫ് അല്ലേ, ദേ ലേ എഗ്സ് അല്ലേ, ഇതിൽ പെടാത്തത് ഇതാണ് അല്ലേ, മുട്ടയിടുന്നവരല്ല പ്രസവിക്കുന്നവരാണല്ലേ, ബേർത്ത് ടു യങ് വൺസ്. ബി ക്വസ്റ്റ്യൻ. യു മൈറ്റ് ഹാവ് ഹിയർഡ് അബൌട്ട് ആംഫീബിയൻസ്. വാട്ട് ആർ ദർ ഫീച്ചേഴ്സ്? വൺ ഫീച്ചർ ഈസ് ഗിവൺ ബിലോ, റൈറ്റ് ടു മോർ അല്ലെ. ഒരു ഫീച്ചർ തന്നിട്ടുണ്ട് ആംഫീബിയൻസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെ, ലീവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ അല്ലെ, വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയാണ് ആംഫീബിയൻസ് അല്ലേ. പിന്നെ എന്തൊക്കെയാണുള്ളത്? സെക്കൻഡ്, ദേ ആർ വെർട്ടിബ്രേറ്റ്സ് അല്ലേ, അവ നട്ടലുള്ളവയാണ്. ദെൻ തേർഡ് വൺ, സ്കെയിൽലെസ് സ്കിന്നാണ്, സ്കെയിലില്ലാത്ത സ്കിന്നാണ് അവരുടേത് അല്ലേ. ഇതൊക്കെ ആംഫീബിയൻസിൻ്റെ പ്രത്യേകതയാണല്ലേ, ഫീച്ചേഴ്സാണ് എഴുതാൻ പറഞ്ഞത്. അവർ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയാണ്, നട്ടലുള്ളവയാണ്, അതുപോലെ സ്കെയിൽലെസ് സ്കിന്നുള്ളവയാണ്. അതുപോലെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, വെള്ളത്തിലായിരിക്കും അല്ലേ, വാട്ടറിലായിരിക്കും. ദേ ആർ ഫസ്റ്റ് സ്റ്റേജ് ഇൻ വാട്ടർ എന്ന് വേണമെങ്കിലും എഴുതാം, രണ്ടെണ്ണം എഴുതിയാൽ മതി. സി ക്വസ്റ്റ്യൻ. ടാഡ്പോൾ ഈസ് ഫോംഡ് ബൈ ദി ഹാച്ചിങ് ഓഫ് എഗ്സ് ഓഫ് ഫ്രോഗ്സ് അല്ലേ. ഫ്രോഗ്സിൻ്റെ എഗ്സ് ഹാച്ച് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ടാഡ്പോൾ, അതായത് നമ്മളെ തവളകൾ വിരിഞ്ഞുണ്ടാകുന്നതാണ് വാൽമാക്രികൾ അല്ലേ, ടാഡ്പോൾ. നെയിം ദിസ് ഫിനോമിനൻ. ഈ ഫിനോമിനൻ്റെ പേരാണ് എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, മെറ്റമോർഫോസിസ് അല്ലേ. റൈറ്റ് ദി നെയിം ഓഫ് ദി ഓർഗാനിസം വിച്ച് ഷോസ് ദിസ് ഫിനോമിനൻ ഒദർ ദാൻ ഫ്രോഗ് അല്ലേ. ഫ്രോഗ് അല്ലാതെ ഈ ഫിനോമിനൻ കാണിക്കുന്ന വേറൊരു ഓർഗാനിസത്തിൻ്റെ പേര് ഇതാനാണ് പറഞ്ഞത്. ഏതാണ്? ബട്ടർഫ്ലൈ അല്ലേ. ബട്ടർഫ്ലൈ എന്താണ്, ബട്ടർഫ്ലൈൻ്റെ എഗ്ഗ് വിരിഞ്ഞിട്ട് എന്താണ് കാറ്റർപില്ലർ ആവുന്നുണ്ട്, ദെൻ ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അതൊക്കെ എന്താണ്, മെറ്റമോർഫോസിസ് ആണല്ലേ. ഇതേപോലെ കാണിക്കുന്ന വേറൊരു ഓർഗാനിസത്തിൻ്റെ പേര് ഇതാനാണ് പറഞ്ഞിട്ടുള്ളത്, അതേതാണ് ബട്ടർഫ്ലൈ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Question A. Which of the following is the primary reason for the decrease in the number and extinction of reptiles? Choose it from below. റെപ്റ്റൈൽസിലെ ജീവികളുടെ എണ്ണത്തിലുള്ള കുറവ് അല്ലേ, ഡിഗ്രീസ് ഇൻ നമ്പറും അതുപോലെ എക്സ്റ്റിങ്ഷൻ അല്ലേ, അത് നശിക്കാനല്ലേ, വംശനാശം സംഭവിക്കാനും കാരണം അല്ലേ. എന്താണ് അതിൻ്റെ കാരണം? ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയുടെ നാശമാണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദി ഫോളോവിങ് ഓർഗാനിസംസ് അല്ലേ, ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ ഗ്രൂപ്പായിട്ട് തിരിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ മാമൽസ് ഉണ്ട്, ഇതിലേതൊക്കെയാണ്? നെക്സ്റ്റ് എന്താണ്, റെപ്റ്റൈൽസ് ഉണ്ട് അല്ലേ, സ്നേക്ക് എന്താണ്, റെപ്റ്റൈലാണ് അല്ലേ. അതുപോലെ ലിസാർഡും റെപ്റ്റൈൽസ് ആണ്, അതായത് എയ്യുന്നവ അല്ലേ, എങ്ങനെ എയ്ഞ്ഞ് പോകുന്നതാണ്. സ്നേക്കും ലിസാർഡും എന്താണ്, റെപ്റ്റൈൽസ് ആണ്. മാമൽസ് ഏതൊക്കെയാണ്? കൗ ആൻഡ് റാബിറ്റ് അല്ലേ, കൗവും റാബിറ്റും ഒക്കെ എന്താണ്, മാമൽസ് ആണ്, നമ്മൾ വീട്ടിൽ വളർത്തുന്നവയാണ് അല്ലേ. സി ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ് ബിഫോർ ടേക്കിംഗ് ടു ദി ഹോസ്പിറ്റൽ അല്ലേ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ പാമ്പ് കടിയേറ്റാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ ആ സ്നേക്ക് ബൈറ്റ് ഏറ്റ ഭാഗം അല്ലെ, മുറിയേറ്റ ഭാഗം എന്താണ്, ആ വെനം ഒന്നും വലിച്ചെടുക്കരുതില്ല, വിഷം വലിച്ചെടുക്കരുത്. ഡു നോട്ട് അറ്റംപ്റ്റ് ടു സക്ക് ഔട്ട് ദി വെനം, ആ വെനം സക്ക് ഔട്ട് ചെയ്യുക, പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഡു നോട്ട് അപ്ലൈ ഐസിലെ, ഐസ് ഒന്നും തണുത്ത സാധനം ഒന്നും വെക്കരുത്, ഒന്നും ആ മുറി ഒന്നും ചെയ്യരുത് അല്ലെ. റിമൈൻ കാമില്ലേ, അദ്ദേഹത്തെ കാമായി നിർത്താനില്ല, ആ കടിയേറ്റ ആളെ നമ്മൾ ടെൻഷൻ ആക്കാതിരിക്കുക അല്ലെ, കാമാക്കി നിർത്തുക. കീപ് ദി പേഴ്സൺ സ്റ്റിൽ ആൻഡ് ക്വയറ്റ് അല്ലേ, അയാളെ ശാന്തനാക്കുക, ക്വയറ്റ് ആക്കുക, നമ്മൾ പേടിപ്പെടുത്താതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ചെയ്യേണ്ടത് അല്ലേ. എന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, ആ മുറി ഒന്നും ചെയ്യാതിരിക്കുക, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. Question A. വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ദി ഹെൽത്ത് ഓഫ് ടങ് അല്ലേ. നാവിൻ്റെ സുരക്ഷയ്ക്ക്, ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നാവിൻ്റെ ഹെൽത്തിനെ സംരക്ഷിക്കാൻ നല്ല ചൂടും തണുപ്പുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിക്കാതിരിക്കുക. അതുപോലെ നല്ലോണം വടിക്കാതിരിക്കുക, ശക്തിയായിട്ട് നാവ് ഇങ്ങനെ വടിക്കുന്നത് വെച്ചിട്ട് വടിക്കാതിരിക്കുക അല്ലേ. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഈറ്റ് ടു മച്ച് ഹോട്ട് ആൻഡ് ടു മച്ച് കോൾഡ് ഫുഡ്സ് അല്ലേ. നല്ല തണുപ്പും നല്ല ചൂടുള്ള വസ്തുക്കൾ കഴിക്കാതിരിക്കുക, ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അല്ലേ. അതൊക്കെയാണ് നമ്മുടെ നാവിനെ സംരക്ഷിക്കാൻ അല്ലേ. നല്ലോണം ഒരതാതിരിക്കുക അല്ലേ, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലേ. നാവിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ? ഏതാണ് ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ അല്ലേ? സ്കിന്നാണ് ഏറ്റവും വലിയ സെൻസ് ഓർഗൻ. സി. പ്രിപ്പയർ എ പോസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് ഐ ഡൊണേഷൻ അല്ലേ. ഐ ഡൊണേഷനെ സംബന്ധിച്ചിട്ട് എന്താണ്, പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോഡ്സ് കൊടുക്കാം അല്ലേ. ഡൊണേറ്റ് ഐസ്, സീ ദി വേൾഡ് ട്വൈസ് അല്ലേ, കണ്ണുകൾ ദാനം ചെയ്യൂ, വേൾഡിനെ ഒന്നുകൂടി കാണൂ എന്നുള്ള പറഞ്ഞിട്ട് കോഡ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് പിക്ചേഴ്സും അതുപോലെ കോളൊക്കെ വരച്ച് ഹെഡ്ലൈൻസൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടാണ് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. Question A. ക്ലാസിഫൈ ദി ഫോളോവിങ് ബേസ്ഡ് ഓൺ ദർ പാർട്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ് അല്ലേ. പ്ലാന്റിലെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഏത് ഭാഗമാണോ, പാർട്സ് ആണോ യൂസ് ചെയ്തത് അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ്. അതായത് അതിൻ്റെ സ്റ്റെമ്മ് കുഴിച്ചിട്ടിട്ടാണോ ഈ ചെടി ഉണ്ടായത് അല്ലെ, വേര് കുഴിച്ചിട്ടിട്ടാണോ, അല്ലെങ്കിൽ സീഡ്സ് കുഴിച്ചിട്ടിട്ടാണോ, അല്ലെങ്കിൽ ഇല അല്ലെ ലീഫ് കുഴിച്ചിട്ടിട്ടൊക്കെ പ്ലാന്റ്സ് ഉണ്ടാവാറുണ്ട്. ഏത് പാർട്സ് ആണോ നമ്മൾ പ്ലാന്റ് ചെയ്തത് അല്ലേ, അതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം അല്ലേ. സ്റ്റെമ്മ് പ്ലാന്റ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഏതൊക്കെയാണെന്ന്, അതായത് കൊമ്പ് കുഴിച്ചിട്ടില്ലേ,
സ്റ്റെമ്മ് കുഴിച്ചിട്ടുണ്ടാവുന്നത് ഏതൊക്കെയാണ്? ഹിബിസ്കസ് അല്ലെ, ചെമ്പരത്തിയുടെ കൊമ്പ് തണ്ടാണ് സ്റ്റെമ്മാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാറ്. അതുപോലെ റോസിൻ്റെയും സ്റ്റെമ്മാണ് പ്ലാന്റ് ചെയ്യാറ്. അതുപോലെ ഏതാണ്? മരച്ചീനിലെ ടാപ്പിയോക്കയുടെയും സ്റ്റെമ്മാണ് നമ്മൾ കുഴിച്ചിടാറ്, പ്ലാന്റ് ചെയ്യാറ്. ഇനി നെക്സ്റ്റ് പാഡി, ലേഡി ഫിംഗർ ഒക്കെ ഉണ്ട് അല്ലേ. ഇത് ഏത് വിഭാഗത്തിലാണല്ലേ? പാഡി എന്ന് പറഞ്ഞാൽ നെല്ല് അല്ലേ. ഇതൊക്കെ എന്താണ്? നമ്മൾ വിത്താണ് വിതറാറ് അല്ലേ, സീഡ്സ് ആണ്. ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിങ് സീഡ്സ് അല്ലേ, സീഡ്സ് വിത്തിട്ട് നട്ടിട്ടുണ്ടാവുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? വിത്ത് നട്ടിട്ടുണ്ട് പാഡി, അതുപോലെ നമ്മുടെ അമരാന്തസിലെ ചീരയും വിത്താണ് നടാറ്, സീഡ്സ് ആണ് നട്ടിട്ടാണ് ഉണ്ടാവാറ്. അതുപോലെ ലേഡി ഫിംഗറിലെ വെണ്ടക്കയുടെയും വിത്താണല്ലേ, സീഡ്സ് ആണ് നമ്മൾ നടാറ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഇഫ് ദി സീഡ്സ് സ്പ്രൗട്ട് അറ്റ് ദി ബോട്ടം ഓഫ് ദി പ്ലാന്റ്, സാപ്ലിങ്സ് കനോട്ട് ഗ്രോ പ്രോപ്പർലി, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ് അല്ലേ. സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ് അല്ലേ, സീഡ് ഡിസ്പേഴ്സ് ചെയ്യാൻ, വിതരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, മെത്തേഡ്സ് ഏതൊക്കെയാണ് അല്ലേ? കാറ്റിലൂടെ, ത്രൂ വിൻഡിലൂടെ നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ ചെയ്യാറുണ്ട്. അതുപോലെ ത്രൂ വാട്ടർ അല്ലേ, വെള്ളത്തിലൂടെ സീഡ് ഡിസ്പേഴ്സൽ ഉണ്ട് അല്ലേ, വെള്ളത്തിലൂടെ പൊട്ടിത്തെറിച്ചുണ്ടാവാറുണ്ട് അല്ലേ. ത്രൂ വാട്ടറിലൂടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ത്രൂ ഹ്യൂമൻസിലെ, മനുഷ്യന്മാരിലൂടെ സീഡ് ഡിസ്പേഴ്സൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ആനിമൽസിലെ, ജന്തുക്കളിലൂടെ സീഡ് ഡിസ്പേഴ്സൽ ഉണ്ടാവാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ, വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് പേപ്പേഴ്സ് ഹെൽപ്പ് ഇൻ ഇറ്റ് സീഡ് ഡിസ്പേഴ്സൽ? നമ്മുടെ അപ്പൂപ്പൻ താടിയില്ലേ, പപ്പൂസിലെ, അതിൻ്റെ സീഡ് ഡിസ്പേഴ്സലിനെ ഹെൽപ്പ് ചെയ്യുന്ന അഡാപ്റ്റേഷൻ ഏതാണ്? ഏത് അഡാപ്റ്റേഷനാണ്? ഹെയറി പാർട്സിൽ, അതിൻ്റെ രോമം പോലെയുള്ള ആ ഭാഗമാണ് അതിനെ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടില്ലേ, വിത്ത് വിതരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, വാട്ടർ ഈസ് പ്രിഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ് അല്ലേ. വെള്ളം അമൂല്യമാണ്, അത് പായാക്കരുത്. ക്വസ്റ്റ്യൻ എ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്പ് ഇറ്റ് ടു പാസ് ത്രൂ ദി പൈപ്പ് അല്ലേ. പൈപ്പിലൂടെ ആ വെള്ളം പാസ് ചെയ്യാൻ അതിൻ്റെ വാട്ടറിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത് അല്ലേ. വെള്ളം ഒഴുകുന്നു എന്നുള്ള അല്ലേ, വാട്ടറിൻ്റെ എബിലിറ്റി ടു ഫ്ലോ അല്ലേ, ആ ഫ്ലോ ചെയ്യാനുള്ള ആ പ്രോപ്പർട്ടി അല്ലേ, അതുകൊണ്ടാണ് പൈപ്പിലൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്, പാസ് ചെയ്യുന്നത് അല്ലേ. വെള്ളത്തിന് ഒഴുകാൻ കഴിയും, അതായത് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ, ആ പ്രോപ്പർട്ടിയാണ് വെള്ളത്തിനെ ഒഴുകാൻ സഹായിക്കുന്നത് അല്ലേ, ഫ്ലോ ചെയ്യാൻ, പാസ് ചെയ്യാൻ സഹായിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, ദർ ആർ വേരിയസ് ടൈപ്പ് ഓഫ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ്, റൈറ്റ് എനി 3 ഓഫ് ദം അല്ലേ. വാട്ടറിനെ കൺസേർവ് ചെയ്യാൻ, സംരക്ഷിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണുള്ളത് അല്ലേ, വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ്, അതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് പറഞ്ഞത് അല്ലേ. വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സിൽ വെള്ളത്തെ സംരക്ഷിക്കാൻ നമുക്കൊന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, തേർഡ് റീയൂസ് ആൻഡ് റീസൈക്ലിംഗ് അല്ലേ. ഈ 3 മെത്തേഡ്സിൻ്റെ പേര് എഴുതിയാൽ മതി. എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടി കൂട്ടി എഴുതുക. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വിച്ച് എമോങ് ദി ഫോളോവിങ് ഈസ് ദി സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ അല്ലേ. വെള്ളത്തിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഏതാണ്? ഐസാണ് അല്ലേ, സോളിഡ് അല്ലേ, ഖരാവസ്ഥ ഐസാണ് അല്ലേ. സോളിഡ് ലിക്വിഡ് എന്ന് പറയുന്നതാണ് വാട്ടർ അല്ലേ, വെള്ളം പോലെ. ഗ്യാസ് എന്ന് പറയുന്ന അവസ്ഥയാണ് വേപ്പറായിട്ടില്ലേ, ഗ്യാസ് വേപ്പേഴ്സ് ആയിട്ട്. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഐസ് അല്ലേ, ഇങ്ങനെ കട്ടിയുള്ള അവസ്ഥക്കാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ക്വസ്റ്റ്യൻ എ, യു മൈറ്റ് ഹാവ് ഡൺ ആൻ എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ ക്ലാസ് റൂം ടു പ്രൂവ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്, വാട്ട് ആർ ദി other മെറ്റീരിയൽസ് നീഡഡ് other than a മാച്ച് ബോക്സ് അല്ലേ. മാച്ച് ബോക്സ് അല്ലാതെ വേറെ എന്ത് മെറ്റീരിയൽസ്, എന്തൊക്കെ സാധനങ്ങളാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടത് അല്ലേ. തീപ്പെട്ടി ഒഴികെ വേറെ എന്തൊക്കെ വേണം അല്ലേ. കത്താൻ എന്താണ്? വായു ആവശ്യമാണ്, എയർ ആവശ്യമാണ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അല്ലേ. നമുക്ക് ബേൺ ചെയ്യാൻ എന്താണ്? എയർ ആവശ്യമാണല്ലേ, അതിനുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിന് വേറെ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്? ഒരു ഗ്ലാസ് വേണം, അതുപോലെ ക്യാൻഡിലില്ലേ, മെഴുകുതിരിയും വേണം അല്ലേ, എന്നാലല്ലേ ഉള്ളൂ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കഴിയുക. അതായത് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നോട്ട്സ് ഓഫ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൂവ്സ് എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ് അല്ലേ. ബേണിങ്ങിന് എന്താണ്? എയർ ആവശ്യമാണെന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ഏതാനാണ് പറഞ്ഞത്. അതായത് ആ എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലേ, എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ അല്ലേ. കത്താൻ എയർ ആവശ്യമാണ്, നെസസറി ആണെന്നുള്ളൊരു എക്സ്പെരിമെൻറ്റ് അല്ലേ. അതായത് അതിനെന്തൊക്കെ മെറ്റീരിയൽസ് ആണ്? ക്യാൻഡിൽ, ഗ്ലാസ് ജാറ്, മാച്ചസ് ഓർ ലൈറ്റസ്, ഇറ്റ് മെറ്റീരിയൽസ് അല്ലേ, ആവശ്യമായ സാധനങ്ങൾ. അല്ലേ പ്രൊസീജിയർ എന്തൊക്കെയാണ്? ലൈറ്റ് ദി ക്യാൻഡിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ഫ്ലാറ്റ് സർഫേസ് അല്ലേ. ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുക, എന്നിട്ടൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ വെക്കുക. സ്റ്റെപ്പ് 2 എന്താണ്? കെയർഫുള്ളി പ്ലേസ് ദി ഗ്ലാസ് ജാർ ഓവർ ദി ക്യാൻഡിൽ ക്രിയേറ്റിംഗ് എ സീൽ അല്ലേ. അതിൻ്റെ മേലെ കെയർഫുള്ളായിട്ട് ഗ്ലാസ് ജാർ വെക്കുക. എന്നിട്ട് 3 ഒബ്സർവ് വാട്ട് ഹാപ്പൻസ് ടു ദി ഫ്ലെയിമിനില്ല, ആ തീക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. 4th റിപ്പീറ്റ് ദി എക്സ്പെരിമെൻറ്റ്, ദിസ് ടൈം ലീവിങ് എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ജാർ ആൻഡ് ദി സർഫസ് ടു അലോ ഫോർ എയർ ഫ്ലോ അല്ലേ. ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക, കുറച്ച് ഗ്യാപ്പില്ലേ, സ്മോൾ ഗ്യാപ്പ് ആ ജാറിലെ ഗ്ലാസ് കുറച്ച് പൊന്തിച്ച് വെച്ചിട്ട് ആ എക്സ്പെരിമെൻറ്റ് നിരീക്ഷിക്കുക. എന്നിട്ട് എന്താണ് റിസൾട്ട് എന്തൊക്കെ എന്താണ് അല്ലേ, അങ്ങനെ കുറച്ച് പൊന്തിക്കുമ്പോൾ എയർ എന്താണ് ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ എന്താണ്, ആ ക്യാൻഡിൽ വീണ്ടും കത്തും അല്ലേ. ഫുള്ളായിട്ട് മൂടി വെക്കുമ്പോൾ എന്താണ്, എയർ കിടക്കില്ല, അപ്പോൾ എന്താണ്, കത്തില്ല, മെഴുകുതിരി കെട്ടുപോകും. അപ്പോൾ കത്താൻ എന്താണ്, എയർ ആവശ്യമാണെന്നുള്ള ആ എക്സ്പെരിമെൻറ്റ് അത് നിങ്ങൾ എഴുതുക അല്ലേ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ആക്കിയിട്ട് എഴുതണം. എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ്? വെൻ ദി ജാർ ഈസ് സീൽഡ് ദി ഫ്ലെയിം വിൽ എക്സ്റ്റിങ്ക്യൂഷ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഓക്സിജൻ അല്ലെ. ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടല്ലേ ഒരു ജാർ സീൽ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് അടച്ച് വെക്കുമ്പോൾ എന്താണ്, അതിലേക്ക് എയർ കിടക്കുന്നില്ല. അപ്പോൾ എന്താണ്, തീ കെട്ടുപോകില്ലേ, ഫ്ലെയിം എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യും. വെൻ ദി ജാർ ഈസ് നോട്ട് സീൽഡ് അല്ലേ, ഫുള്ളായിട്ട് അടച്ച് വെക്കാതല്ലേ, കുറച്ച് എയർ പോകാനുള്ള ഗ്യാപ്പ് വിടുമ്പോൾ എന്താണ്, അലോയിങ് ഫോർ എയർ ഫ്ലോ അല്ലേ, കുറച്ച് എയർ പോകാനുള്ള ഗ്യാപ്പ് വിടുമ്പോൾ ദി ഫ്ലെയിം വിൽ
ദി ഫ്ലെയിം വിൽ കണ്ടിന്യൂ ടു ബേൺ അല്ലെ, ആ ഫ്ലെയിം എന്താണ് വീണ്ടും കത്താൻ തുടങ്ങും. അതാണ് നമ്മുടെ റിസൾട്ട്. അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ദിസ് എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ ടു ഒക്കർ. എയർ എന്താണ് ആവശ്യമാണ് എന്നുള്ളതാണ്, കത്താൻ എന്താണ് വായു ആവശ്യമാണ്, എയർ ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. വെൻ എയർ ഈസ് ആബ്സെൻറ്റ് കമ്പഷൻ കനോട്ട് ബി സസ്റ്റെയിൻഡ്. എയർ ഇല്ലെങ്കിൽ എന്താണ് കത്തൽ നടക്കില്ല അല്ലെ, കമ്പഷൻ കനോട്ട് ബി സസ്റ്റെയിൻഡ്, കമ്പഷൻ നടക്കില്ല. നെക്സ്റ്റ് അതിലുള്ള സി ക്വസ്റ്റ്യൻ, വിച്ച് എമോങ് ദി ഫോളോവിങ് ഈസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. റിന്യൂ ചെയ്യാൻ പുതുക്കാൻ കഴിയാത്ത എനർജി സോഴ്സ് ഏതൊക്കെയാണ്? പെട്രോളും കോളും ആണ് അല്ലേ, പെട്രോളും കൽക്കരിയുമാണ് അല്ലേ, കോളുമാണ് നമുക്ക് റിന്യൂ ചെയ്യാൻ പുതുക്കാൻ കഴിയാത്ത എനർജി സോഴ്സുകൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, ക്വസ്റ്റ്യൻ എ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദി മാൻ മെയ്ഡ് മെഷീൻസ്, റൈറ്റ് എനി 2 സർവീസസ് ദാറ്റ് ഡു ടു അസ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് മാൻ മെയ്ഡ് മെഷീൻസ് ആണ്, അതായത് മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യന്മാരുണ്ടാക്കിയ സാറ്റലൈറ്റ്സ് ആണ്. റൈറ്റ് എനി 2 സർവീസസ് ദാറ്റ് ഡു ടു അസ് അല്ലേ, അവർ ചെയ്യുന്ന സർവീസിലെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വെതർ ഫോർകാസ്റ്റ്, പിന്നെ ടെലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും നാവിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സയൻറ്റിഫിക് റിസർച്ച് നടത്താൻ, അതുപോലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, അതൊക്കെ അതിൻ്റെ യൂസസ് ആണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോവിങ് അല്ലേ, മാച്ച് ചെയ്യാനാണ്. അതായത് സൺ എന്താണ്? സെൽഫ് ഗ്ലോയിങ് ആണ് അല്ലേ, സ്വയം പ്രകാശിക്കുന്നവയാണ്. നമ്മുടെ മൂൺ എന്താണ്? സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത് അല്ലേ, എർത്തിൻ്റെ സാറ്റലൈറ്റ് എന്ന് പറയപ്പെടുന്നത് മൂണാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ്? നമ്മളിപ്പോൾ പഠിച്ചു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ യൂസ് എന്താണ്? വെതർ ഫോർകാസ്റ്റ് അല്ലേ, കാലാവസ്ഥ പ്രവചനം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലെ. റോക്കറ്റ് എന്താണ്? ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദി സ്കൈ അല്ലേ, ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ ആകാശത്ത് എത്തിക്കുന്നത്, ലോഞ്ച് ചെയ്യുന്നത് റോക്കറ്റ്സ് ആണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, നെയിം ദി മെത്തേഡ് ദാറ്റ് ഹെൽപ്പ് us റീച്ച് ദി ഡെസ്റ്റിനേഷൻ വെൻ വി ട്രാവൽ ത്രൂ ആൻ അൺനോൺ വേ. നമുക്കറിയാത്തൊരു വഴിയിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാൻ, നമുക്ക് ആവശ്യ സ്ഥലത്തെത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ നെയിം എന്താണ്? GPS, ഓപ്ഷൻ സി അല്ലേ, GPS ഉപയോഗിച്ചാണ് നമ്മൾ ട്രാക്ക് ചെയ്യാറ് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ വർഷത്തെ വാർഷിക പരീക്ഷ ആനുവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.